നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ബ്രീസ് ലേണിംഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചല്ലോ ബീർബഹുട്ടി എന്ന പാഠഭാഗത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പാഠ്യപുസ്തകത്തെ പ്രശ്ന ഔർ ഉത്തർ എന്ന ഭാഗം, അതായത് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലേ, നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 9, അതായത് പേജ് നമ്പർ 9 ആദ്യത്തെ ചോദ്യമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. സവാൽ യേ ഹൈ, ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹീം ഠുലാനാ ചാഹിയേ, ദുക്കാൻദാർ ने ऐसा क्यों कहा. ക്വസ്റ്റ്യൻ ഒരു തവണ കൂടി പറയാം. बादल को देखकर खड़े को नहीं ठुलाना चाहिए, दुकानदार ने ऐसा क्यों कहा. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ മലയാളം ഒന്ന് പറയാം. മഴക്കോള് കണ്ടിട്ട് ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹീം ഠുലാനാ ചാഹിയേ, കുടം, ഖഡ മീൻസ് കുടം, കുടം, നഹീം ഠുലാനാ ചാഹിയേ, കുടം മറിക്കരുത്. മഴക്കോള് കണ്ടുകൊണ്ട് കുടം മറിക്കരുത്. ദുക്കാൻദാറിനെ ഐസ ക്യൂം കഹ, കച്ചവടക്കാരൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതാണ് ചോദ്യം. ഉത്തരം നമുക്ക് നോക്കാം. സാഹിലിനെ സ്യാഹി ഫർവാനേക്ക നിശ്ചയിയ, സാഹിൽ മഷി നിറയ്ക്കാൻ തീരുമാനിച്ചു. തോ ഉസ്നെ കലം കി ബച്ചി ഹുയി സ്യാഹി ജമീൻ പർ छिड़क दी. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പേനയിൽ ബച്ചി ഹുയി സ്യാഹി, ബാക്കിയുണ്ടായിരുന്ന മഷി, ജമീൻ പർ തറയിൽ, छिड़क दी ഒഴിച്ചു കളഞ്ഞു, തൂവിക്കളഞ്ഞു. ദുക്കാൻ പഹുഞ്ചനെ പർ വഹാം സ്യാഹി നഹീ ഥി, കടയിലെത്തിയപ്പോൾ അവിടെ മഷി ഇല്ലായിരുന്നു. തബ് ദുക്കാൻദാറിനെ ഐസാ കഹ, അപ്പോഴാണ് ദുക്കാൻദാർ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ, എന്താ പറഞ്ഞത് ദുക്കാൻദാർ? ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹീ ഠുലാനാ ചാഹിയേ, തബ് ദുക്കാൻദാറിനെ ഐസാ കഹ. അതാണ് നമ്മുടെ ചോദ്യം. കഹനെ കാ മത്ലബ് ഹേ, പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇതാണ് നമ്മുടെ പോയിന്റ്. കിസി ബാത്ത് പർ കേവൽ അന്ദാസ ലേക്കർ കാം കർന ठीक नहीं है, ഏതെങ്കിലും ഒരു കാര്യം ഊഹം വച്ചു മാത്രം പ്രവർത്തിക്കുന്നത് ശരിയല്ല. കേവൽ അന്ദാസ ലേക്കർ കാം കർന ठीक नहीं है, അസ്ലിയത്ത് കോ പഹലെ പഹചാന ചാഹിയേ. എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ സത്യം എന്താണെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയണം. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. जब वह उसके पास आकर बैठी, उससे नजर नहीं मिला पाई, क्यों? once more, जब वह उसके पास आकर बैठी, उससे नजर नहीं मिला पाई, क्यों? क्वेश्चन മലയാളം എന്താണെന്ന് നോക്കാം. അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് സാഹിലിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? കുട്ടികാർക്ക് ചോദ്യം മനസ്സിലായില്ലേ? ഉത്തരം എന്താണെന്ന് നോക്കാം. ബേല സാഹിൽ കോ ബഹുത്ത് പ്യാർ കർത്തി ഥി, ബേല സാഹിലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഉസ്കെ സാമനെ വഹ് ലജ്ജിത് ഹോന നഹീ ചാഹത്തി ഥി, അവൻ്റെ മുന്നിൽ അവൾ നാണം കെടാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ലേക്കിൻ മാട്ട് സാബ് കാ വ്യവഹാർ സാഹിൽ കി ഉപസ്ഥിതി മേം ഥാ, പക്ഷെ നമ്മുടെ മാസ്റ്റർ സാബിന്റെ പെരുമാറ്റം സാഹിലിന്റെ മുന്നിൽ വെച്ചായിരുന്നല്ലോ, അത് നമ്മൾ പഠിച്ചതാണ്. ഇസ്സേ ഉസേ ബഹുത്ത് ദുഃഖ് ഹുവ, ഈ ഒരു കാരണത്താൽ അവൾക്ക് ഒരുപാട് സങ്കടവും ഉണ്ടായിരുന്നു. ഉസ്സേ ബേല സാഹിൽ സേ നസർ നഹീ മിലാ പായി, അതുകൊണ്ടാണ് ബേല സാഹിലിനുമായിട്ട് മുഖത്തേക്ക് നോക്കാൻ സാധിക്കാതെ ഇരുന്നത്.
കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? once more, बेला साहिल को बहुत प्यार करती थी. उसके सामने वह लज्जित होना नहीं चाहती थी, लेकिन मास्टर साहब या मार साहब का व्यवहार साहिल की उपस्थिति में था. इससे उसे बहुत दुख हुआ. इसलिए बेला साहिल से नजर नहीं मिला पाई. तीसरा प्रश्न है, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? മൂന്നാമത്തെ ചോദ്യം, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? എന്താണ് ഈ ചോദ്യത്തിന്റെ മലയാളം എന്ന് നോക്കാം കൂട്ടുകാരെ. ഈ കുട്ടികളെ തനിക്ക് ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിയുടെ പ്രതിമ, മഹാത്മാഗാന്ധിയുടെ പ്രതിമ മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്നതായിട്ട് തോന്നിച്ചു. ഇതിന്റെ അർത്ഥം എന്താണ്? उत्तर है, बच्चे हमेशा बच्चे ही हैं. उन्हें हमेशा खुश रहना चाहिए. उनकी खुशी देखने वालों को भी खुश रखती है. यहाँ गांधी जी की मूर्ति तक बच्चों की खुशी देखकर मुस्कुरा रही है. മലയാളം അർത്ഥം നോക്കിയാലോ കൂട്ടുകാരെ? ബച്ചെ ഹമേശ ബച്ചെ ഹി ഹെ. കുട്ടികൾ എപ്പോഴും കുട്ടികൾ തന്നെയാണ് അല്ലേ? ഉനേം ഹമേശ ഖുഷ് രഹന ചാഹി. കുട്ടികൾ എപ്പോഴും സന്തോഷവാന്മാരായി ഇരിക്കുന്നതാണ് അവർക്കിഷ്ടം. ഉൻകി ഖുഷി ദേഖ്നെ വാലോം കോ ഭി ഖുഷ് രഖ്തി ഹെ. അവരുടെ സന്തോഷം ആ സന്തോഷം കാണുന്നവർക്കും ഒരുപോലെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. യഹാ ഗാന്ധിജി കി മൂർത്തി തക് ബച്ചോं की खुशी देखकर मुस्कुरा रही है. ഇവിടെ ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ പോലും കുട്ടികളുടെ സന്തോഷം കണ്ടിട്ട് പുഞ്ചിരിക്കുകയാണ്. പേജ് നമ്പർ 11 അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ കൂട്ടുകാരെ. എഹ് ബാരിശോं से पहले की बारिश का एक दिन था. कहानी के प्रसंग में यह कैसे सार्थक होता है? once more question. यह बारिशों से पहले की बारिश का एक दिन था. कहानी के प्रसंग में यह कैसे सार्थक होता है? മലയാളം നമുക്ക് നോക്കിയാലോ. ഇത് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു. കഥയുടെ സന്ദർഭത്തിൽ ഇതെങ്ങനെ അർത്ഥവത്താകുന്നു? യഹ് ബാരിഷ് സേ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥാ. കഹാനി കെ പ്രസംഗ് മേം. കഥയുടെ സന്ദർഭത്തിൽ യഹ് കൈസേ സാർത്ഥക് ഹോതാ ഹെ. ഇതെങ്ങനെ അർത്ഥവത്താകുന്നു? ഉത്തരത്തിലേക്ക് പോയാലോ കൂട്ടുകാരെ. യഹാ ബാരിഷ് ഏക് പ്രതീക് ഹെ. उसी प्रकार बादल भी. बेला और साहिल का दुख बादल के समान छाया हुआ है. साहिल की आंखों से पानी बरस रहा है. यहाँ कथाकार ने प्रकृति की रोनी सूरत और बच्चों की रोनी सूरत दोनों को दर्शाया है. മലയാളം നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. യഹാം ബാരിഷ് ഏക് പ്രതീക് ഹെ. ഇവിടെ മഴ ഒരു പ്രതീകമാണ്. ഉസി പ്രകാർ ബാദൽ ഫി. അതുപോലെയാണ് മേഘവും. ബേല ഔർ സാഹിൽ കാ ദുഃഖ് ബാദൽ കെ സമാൻ ഛായാ ഹുവാ ഹെ. ബേലയുടെയും സാഹിലിന്റെയും ദുഃഖം മേഘങ്ങൾ പോലെ ഇവിടെ ദുഃഖമായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ നിഴൽ പോലെയുണ്ട്. സാഹിൽ കി ആഖോ സെ പാനി ബരസ് രഹാ ഹെ. സാഹിലിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. മഴ പോലെ പെയ്യുന്നു. സാഹിലിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ മഴ പോലെ പെയ്യുന്നു.
यहाँ कथाकार ने प्रकृति की रोनी सूरत और बच्चों की रोनी सूरत दोनों को दर्शाया है. ഇവിടെ കഥാകാരൻ പ്രകൃതിക്ക് റോനി സൂരത്ത് പ്രകൃതിയുടെ കരയുന്ന മുഖവും और बच्चों की रोनी സൂരത്ത് സാഹിലിന്റെയും ബേലയുടെയും അതായത് ഈ കുട്ടികളുടെയും रोनी സൂരത്ത് കരയുന്ന മുഖം दोनों രണ്ടും को ദർശായ ഹെ രണ്ടിനെയും ഇവിടെ നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പ്രശ്നോത്തരി എല്ലാം മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബീർബഹൂട്ടി പാഠത്തിലെ അഭ്യാസ് കെ പ്രശ്ന നോക്കാം. ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് പരിശോധിക്കാം അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്.